പ്രിയമുള്ളവരെ, ഏവർക്കും ഹാജാസ് PSCയിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പരീക്ഷയാണ് LDC. ഉറപ്പായും ഒരു പുതിയ വിവരം അറിയാൻ കഴിഞ്ഞത് 2026 തന്നെ LDCയുടെ നോട്ടിഫിക്കേഷൻ വരും എന്നാണ്. 2027 നമുക്ക് ഈ പരീക്ഷ നടക്കുമായിരിക്കും. 2027 ഈ പരീക്ഷ നടക്കുമ്പോൾ നമ്മൾ ആ ഒരു പരീക്ഷയെ വളരെ ഗൗരവത്തോടു കൂടി കാണണം എന്ന് പറയാനും അതിനു വേണ്ടി ഒരു പുതിയ ബാച്ച് ഹാജാസ് PSC സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ബാച്ചിൻ്റെ പേരാണ് LDC സ്മാർട്ട് ബാച്ച്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമുക്കെല്ലാവർക്കും അറിയാം, ഈ LDC എന്ന് പറയുന്നത് ഈ PSCയുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികളും എഴുതുന്ന ഒരു പരീക്ഷയാണ്. ആ പരീക്ഷ എഴുതാനും അത് നേടിയെടുക്കാനും വലിയ തടസ്സങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ പലപ്പോഴും കുറച്ച് മുതിർന്ന ഉദ്യോഗാർത്ഥികൾ, കുറച്ച് ഏജ് ഉള്ള ഒരു 35 എബോവ് ഏജ് ഉള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ കുറേ കാലം കൊണ്ട് പണ്ടൊക്കെ LDC പരീക്ഷ എഴുതിയിട്ടുണ്ട്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഈ ഒരു പരീക്ഷ അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. കാരണം പണ്ട് നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് അങ്ങനെയല്ല, കുറച്ചുകൂടി വസ്തുനിഷ്ഠമായി പഠിക്കേണ്ടതുണ്ട് ഓരോ ടോപ്പിക്കും. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണാനും കഴിയുന്നുണ്ട്. അതുപോലെ SCERT ടെക്സ്റ്റ് ബുക്കിലെയും NCERT ടെക്സ്റ്റ് ബുക്കിലെയും ചോദ്യങ്ങളുടെ അതിപ്രസരവും ഇന്ന് നമ്മുടെ ഈ LDC പരീക്ഷ പോലെയുള്ള പരീക്ഷകളെ വളരെയധികം ഉദ്യോഗാർത്ഥികളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അത് പുതിയ ഉദ്യോഗാർത്ഥികൾക്കല്ല ഈ പ്രശ്നമുള്ളത്. പണ്ടും പരീക്ഷ എഴുതുന്നു, ഇടയ്ക്കും പരീക്ഷ എഴുതുന്നു, ഇപ്പോഴും പരീക്ഷ എഴുതുന്നു. ഇങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളുണ്ട്. അതായത് ഈ ഒരു പണ്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് മാത്രം എഴുതിക്കൊണ്ടിരുന്ന ഉദ്യോഗാർത്ഥികൾ ഈ 2018-19 കൂടിയാണ് ചെറിയ മാറ്റങ്ങൾ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വന്നു തുടങ്ങിയത്. അപ്പോഴും പരീക്ഷ എഴുതുന്നു, ഇപ്പോഴും പരീക്ഷ എഴുതുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു ട്രാൻസിഷൻ ടൈമിലും പഴയ കാലത്തും പുതിയ കാലത്തും പരീക്ഷ എഴുതുന്നവർക്കാണ് ഇപ്പോൾ ഒരു ആശങ്കയുള്ളത്. എന്നാൽ പുതുതായി പരീക്ഷ എഴുതാൻ വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രശ്നമില്ല. കാരണം അവർ ഓട്ടോമാറ്റിക്കലി വരുമ്പോൾ തന്നെ പരീക്ഷ ഇങ്ങനെയാണ്. അതുകൊണ്ട് അവർക്ക് വലിയ പരാതികളൊന്നുമില്ല. അപ്പം നമുക്കെപ്പോഴും നമ്മളിപ്പോഴും ഈ പരീക്ഷയെ പാടെന്ന് പറയുന്നത് പണ്ട് ആ പരീക്ഷ എഴുതിയതിൻ്റെ ആ ഒരു നിലവാരം വെച്ചിട്ടാണ്. പക്ഷേ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ PSC വരുത്തിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പുതിയൊരു ഗവൺമെൻറ് അധികാരത്തിലേറി പഴയ ഗവൺമെൻറ്റിനേക്കാളും കൂടുതൽ ജോലി സാധ്യത കൊണ്ടുവരാൻ ഈ ഗവൺമെൻറ് ശ്രമിക്കുമെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്, UDF പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ അർത്ഥം കഴിഞ്ഞ LDF ഗവൺമെൻറ് ആർക്കും ജോലി കൊടുത്തില്ല എന്നല്ല, ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കൊടുത്ത ഒരു ഗവൺമെൻറ് തന്നെയായിരുന്നു അത്. അതിനകത്ത് സംശയമൊന്നും വേണ്ട. ചില ആൾക്കാർ അത് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയല്ല അത് പറഞ്ഞത്. അത് വ്യക്തമായി ആ വീഡിയോ കേട്ടാൽ നമുക്ക് മനസ്സിലാവും. എന്ത് തന്നെയാണെങ്കിലും LDC എന്ന് പറയുന്ന ഒരു ബാച്ചിനെ സംബന്ധിച്ച് 1-2 കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഞാനൊരു ഹാജാസ് PSC തുടങ്ങുന്ന സമയത്ത്, ഇത് നമ്മുടെ ഈ ആപ്പ് തുടങ്ങുന്ന സമയത്ത് ഞാൻ ഈ ആപ്പ് തുടങ്ങിയത് LPUPയുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു. അപ്പം ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് LPUPയുടെ. അതിനനുസരിച്ചുള്ള റിസൾട്ടും പടച്ചവൻ്റെ സഹായം കൊണ്ട് എനിക്ക് കിട്ടി. നല്ല റിസൾട്ടായിരുന്നു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ റാങ്കുകാരെ സൃഷ്ടിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. കാരണം ഫുൾ ടൈം LPUPയുടെ ക്ലാസ്സുകളായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ കുറച്ച് കുട്ടികൾ അന്ന് LDCക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തു. അങ്ങനെ നമ്മൾ LDC ബാച്ച് കൊടുത്തു. അപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ കൂടുതൽ LPUPയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. LDC ഒരല്പം കുറഞ്ഞു പോയി, സംസാരം കുറഞ്ഞു പോയി, അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ കുറഞ്ഞു പോയി. അപ്പം നമുക്ക് അതെല്ലാം നമ്മൾ നോട്ടീസ്, പക്ഷേ ടോപ്പിക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തു, മുഴുവൻ ക്ലാസ്സുകളും കൊടുത്തു, ലൈവും റെക്കോർഡും എല്ലാം കൊടുത്തു. പക്ഷെ എപ്പോഴും LPUPയുടെ അതിപ്രസരം, ഒരുപാട് സ്റ്റുഡൻസ് LPUP, ഇപ്പോഴും LPUP ഉണ്ട്. അത് നന്നായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. റാങ്കേഴ്സ് ബാച്ച് എന്നാണ് ബാച്ചിൻ്റെ പേര്. ഇപ്പോൾ നമ്മളൊരു LDC സ്മാർട്ട് ബാച്ച് തുടങ്ങുന്നത്. ഇത് നമ്മുടെ LDCയുടെ 2ാമത്തെ ബാച്ചാണ്. ഈ ബാച്ചിനകത്ത് നമ്മൾ കുറേ പ്രത്യേകതകളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഒന്ന്, ഇതിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഓൺലൈനിലും ഓഫ്ലൈനിലും പഠിക്കാനുള്ള ഒരുപാട് സാധ്യതകൾ, നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഈ LDC ബാച്ചിൽ എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാൻ കഴിയുന്നത് ഒന്ന് എൻ്റെ ക്ലാസ്സാണ്. ഞാൻ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്? മാത്സും സയൻസുമാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ആരോഗ്യരംഗം, അതോടൊപ്പം തന്നെ
മാത്സും. ഇത് 4 വിഷയങ്ങളാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. യൂട്യൂബിൽ എൻ്റെ ക്ലാസ്സുകളുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ മാത്സും സയൻസും ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന ഒരു ക്ലാസ്സാണ് ഹാജാസ് PSCയിലെ ക്ലാസ്. അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. വൈറ്റമിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ 2.5 ലക്ഷം, വൈസ്രോയുടെ ക്ലാസ് 3 ലക്ഷം പേരൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ 2.5 ലക്ഷവും 3 ലക്ഷവും ഒക്കെയാണ് വ്യൂസ് അന്ന് വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ഞാൻ പറയാൻ വരുന്നത് നമ്മൾ ഈ ഒരു LDC ബാച്ചിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന അധ്യാപകരെ കുറിച്ചാണ്. ഞാൻ 1-2 അധ്യാപകരാണ് ഇന്ന് ഈ ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യണം? നമ്മളൊരു ബാച്ചിലേക്ക് വരണമെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് ആയിരിക്കണം. വളരെ തുച്ഛമായ ഫീസിലാണ് ഞാനിപ്പോൾ LDC സ്മാർട്ട് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ 100 സ്റ്റുഡൻസിന് അതായത് 50% ഫീസിൻ്റെ ഓഫറിലാണ് ഞാൻ ഈ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. ഓക്കെ, ഇനി ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്? എപ്പോഴും ഈ ഇടയ്ക്ക് കനയ്യ കുമാർ എന്ന് പറഞ്ഞൊരു പ്രവർത്തകരുണ്ട്, അല്ലെ, ഒരു സാമൂഹ്യ പ്രവർത്തകർ. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് വേണമെങ്കിൽ കള്ളത്തരം കാണിച്ചുകൊണ്ട് ഡോക്ടർ ആവാം, പക്ഷെ നിങ്ങൾക്ക് ഒരു രോഗിയെയും ചികിത്സിക്കാൻ കഴിയില്ല. ശ്രദ്ധിക്കണം, വളരെ പ്രസക്തമായ വാക്കാണ്. നിങ്ങൾക്ക് കള്ളത്തരം കാണിച്ച് വേണമെങ്കിൽ ഡോക്ടർ ആവാം, പക്ഷെ നിങ്ങൾക്ക് ഒരു രോഗിയെയും ചികിത്സിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് വോട്ട് മോഷ്ടിച്ചുകൊണ്ട് ഭരണത്തിലേറാൻ കഴിയും, പക്ഷേ നിങ്ങൾക്ക് രാജ്യത്തെ നന്നായി ഭരിക്കാൻ കഴിയില്ല. അതുപോലെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും പുസ്തകങ്ങൾ തുറന്നു വെച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ കഴിയും, പക്ഷെ അത് പഠിപ്പീരാവൂല. നിങ്ങൾക്ക് പുസ്തകങ്ങൾ തുറന്നു വെച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ സാധിക്കുമായിരിക്കും, പക്ഷെ അതൊരിക്കലും പഠിപ്പീരാവൂല. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം? പഠിപ്പീരെന്ന് പറയുന്നത് ടീച്ചിങ് ഈസ് ആൻ ആർട്ട്. നമ്മൾ പാട്ട് പാടുന്നത് പോലെ, ഡാൻസ് കളിക്കുന്നത് പോലെ, പടം വരയ്ക്കുന്നത് പോലെ ഒരു ആർട്ടാണത്. ഈ ആർട്ട് എന്ന് പറയുന്ന സാധനം നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടി ആസ്വദിക്കും. നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ആസ്വാദനം ഉണ്ടാവണം. ആ ആസ്വാദനം എന്ന് പറയുന്നത് ഇതൊരു ആർട്ടായതുകൊണ്ടാണ്. ടീച്ചിങ് ഈസ് ആൻ ആർട്ട്. ഈ ആർട്ട് നിങ്ങളിപ്പോൾ B.Edന് പോയി കഴിഞ്ഞാൽ 100 കുട്ടികൾ അവിടെ ഒരു ക്ലാസ്സിൽ ഒരു ബാച്ചിനകത്ത് ഉണ്ടാവും, 50 കുട്ടികൾ ഉണ്ടാവും. പക്ഷെ അതിനകത്ത് വളരെ ഗംഭീരമായി കൈകാര്യം ചെയ്യുന്ന, പഠിപ്പിക്കുന്ന ഒരു 2-3 പേരെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഉണ്ടാവുള്ളൂന്നേ. സത്യം പറഞ്ഞാൽ അതൊരു ആർട്ടാണ്. എല്ലാവരും പാട്ട് പാടും, ഓക്കെ, എല്ലാവരും പാട്ട് പാടും. പക്ഷെ യേശുദാസിനെ പോലെ പാടാൻ ചിലപ്പോൾ മധു ബാലകൃഷ്ണനും MG ശ്രീകുമാറും മാർക്കോസും ഒക്കെ ഉണ്ടാവുള്ളൂ. ഒരുപാട് ഗായകർ വേറെ ഉണ്ട്. നമ്മൾ കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല അവരുടെ പാട്ടുകൾ, അല്ലേ? അത് കാരണം അവരും പാട്ട് പാടുന്നുണ്ട്, പക്ഷെ ഇൻബോൺ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. നമുക്ക് ജന്മനാൽ കിട്ടുന്ന, അമ്മയിൽ നിന്ന് കിട്ടുന്ന, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു ടാലന്റ്, അത് ഈ ടീച്ചിങ്ങിനകത്തുമുണ്ട്. അപ്പൊ പിള്ളേരെ, അങ്ങനെയുള്ള കുറച്ച് അധ്യാപകരെയാണ് ഞാൻ എൻ്റെ ഒരു LDC ബാച്ച് തുടങ്ങുമ്പോഴും LP UPയുടെ ബാച്ച് തുടങ്ങുമ്പോഴും ഒക്കെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് ഏറ്റവും മികച്ച, എനിക്ക് ഇതൊരു കലാകാരനാണ്, ഇത് പഠിപ്പിക്കുന്ന ഒരു കലയാണല്ലോ, അങ്ങനെ പഠിപ്പിക്കുന്ന കുറച്ച് അധ്യാപകർ വേണം എന്ന്. എല്ലാവരും അങ്ങനെയാണ് ഞാൻ സെലക്ട് ചെയ്തത്. സത്യമായിട്ടും അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത് നിങ്ങളോട് ആദ്യമായി പറഞ്ഞു തരാനുള്ളത് ഈ അധ്യാപകനെയാണ്. നമുക്കറിയാം, നമ്മുടെ തിരുവനന്തപുരത്ത് ടാലന്റ് എന്ന് പറയുന്ന സെന്ററിന്റെ നെടും തൂണായിരുന്ന അധ്യാപകനാണ്. അത് ആ സ്ഥാപനമാകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തിന്റെ പേര് സലിം ഷാ സാർ എന്നാണ്. വളരെ ഗംഭീരമായി കേരള ഹിസ്റ്ററിയും അതേപോലെ കേരള രാഷ്ട്രീയവും കേരള നവോത്ഥാനവും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു മിടുക്കനായ അധ്യാപകനാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളാണ് നമ്മുടെ LDC ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടുക. ഈ LDC ബാച്ചിനോടൊപ്പം അദ്ദേഹത്തിന്റെ ലൈവ് ക്ലാസ്സുകളും കൂടി നമ്മൾ തരും. ഓക്കെ, അങ്ങനെ ലൈവും അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകളും ചേർന്ന ഒരു ഹൈബ്രിഡ് ആയിരിക്കും. അങ്ങനത്തെ ഒരു മിക്സിംഗ് ആയിരിക്കും നമുക്ക് ഈ കിട്ടുന്ന കംപ്ലീറ്റ് ടോപ്പിക് നിങ്ങൾക്ക് എടുക്കും. ഓക്കെ, അപ്പോൾ തിരുവിതാംകൂറിലെ ഭരണകർത്താക്കൾ, അങ്ങനെ തുടങ്ങുന്ന മുഴുവൻ കേരള രാഷ്ട്രീയം, അതേപോലെ കേരള നവോത്ഥാനം, അങ്ങനെ തുടങ്ങുന്ന മുഴുവൻ ടോപ്പിക്കുകളും നമുക്കറിയാം. ഒരു 5 മാർക്കിനകത്ത് അല്ലെങ്കിൽ ഒരു 6 മാർക്കിനകത്ത് നമുക്ക് കൺഫേം ചെയ്ത് ഈ സാറിൻ്റെ ക്ലാസ്സുകൾ ടോപ്പിക്ക് കൃത്യമായി പഠിച്ചാൽ നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റും അത്രയും മാർക്ക് നമുക്ക് കിട്ടുമെന്ന്. ഇദ്ദേഹം ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള ഒരാളാണ്, ഒരു ലെജൻഡാണ്. ഓക്കെ, ഒരുപാട് അധ്യാപകരുണ്ട് നമുക്ക് ഈ ബാച്ചിൽ ക്ലാസ് എടുക്കാൻ. പക്ഷേ ഈ സബ്ജക്റ്റ് ഞാൻ ഈ പറഞ്ഞ അത്രയും ടോപ്പിക്ക് സാറാണ് എടുക്കുക. ഓക്കെ, രണ്ടാമത് വെട്ടിമാറ്റാത്ത ചരിത്രം, അതായത് ചരിത്രത്തെ ചരിത്രമായി അവതരിപ്പിക്കുന്ന മറ്റൊരു ഗംഭീരമായി ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു സാറാണ് ബിജു സാറ്. ബിജു സാറും ഈ പറഞ്ഞതുപോലെ നമുക്കറിയാം, കേരളത്തിൻ്റെ ഉടനീളം കേരളത്തിൻ്റെ 14 ജില്ലകളിലും സാറിൻ്റെ അധ്യാപന സാന്നിധ്യമുണ്ട്. അങ്ങനെയുള്ളൊരു അധ്യാപകനാണ്. വളരെ ഗംഭീരമായി പഠിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഹിസ്റ്ററി പഠിപ്പിക്കാൻ നിരവധി അധ്യാപകരുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പഠിപ്പിക്കാൻ അധ്യാപകരെ കിട്ടുന്ന ഒരു സബ്ജക്റ്റ് ചിലപ്പോൾ ഹിസ്റ്ററി ആയിരിക്കും. പക്ഷേ ഈ ഹിസ്റ്ററി വേറെയാണ് മക്കളെ. ഈ ഹിസ്റ്ററി വേറൊരു രീതിയാണ്. എൻ്റെ പൊന്നു പിള്ളേരെ, ഈ ഹിസ്റ്ററി ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് ഹിസ്റ്ററി ഇങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്,
ഹിസ്റ്ററിയിൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത വെട്ടിമാറ്റാത്ത ചരിത്രം പറയുന്ന ഒരു സാറിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം. ഓക്കെ, സാറ് വളരെ ഗംഭീരമായി നിങ്ങൾക്ക് പഠിപ്പിക്കും. ഈ സാറിൻ്റെയും നേരത്തെ പറഞ്ഞ സലിം ഷാ സാറിൻ്റെയൊക്കെ പ്രത്യേകത, നമ്മളെ ഈ PSC പഠിപ്പിക്കുന്നതിനോടൊപ്പം അവർ പാരലായിട്ട് ട്യൂഷൻ കൂടെ എടുക്കുന്നുണ്ട്, സ്കൂൾ ട്യൂഷൻ കൂടെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഓരോ ടോപ്പിക്ക്, നമുക്കിടെ PSC പരീക്ഷകൾക്ക് തന്നിരിക്കുന്ന ഓരോ ടോപ്പിക്കും എവിടെയാണ്, ഏത് പാഠഭാഗത്തിലാണ് ഉള്ളത് എന്ന് വ്യക്തമായി അറിയാവുന്ന അധ്യാപകരാണ്. അതേപോലെ മലയാളം, ഷിബു സാർ ഒന്നും പറയാനില്ല, എന്താ പറയേണ്ടത്, ഒന്നും പറയാനില്ല. മലയാളം ഈ കരങ്ങളിൽ ഭദ്രം. മലയാളം അടിപൊളിയാണ്. എനിക്ക് ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൻ്റെ പ്രത്യേകത, നിങ്ങൾ സാറിൻ്റെ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ക്ലാസ്, പഴഞ്ചൊല്ലുകൾ അല്ലെങ്കിൽ വേറൊരു ടോപ്പിക്ക് ഇങ്ങനെ കണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് സമയമില്ലെങ്കിലും, നിങ്ങൾ ഇത്തിരി തിരക്കിലാണ് നിൽക്കുന്നതെങ്കിലും നിങ്ങളുടെ മനസ്സിനകത്തൊരു ക്യൂരിയോസിറ്റി ഇട്ടിട്ടായിരിക്കും സാർ പോവുക. സാറിൻ്റെ പഠിപ്പിനകത്ത് ജീവനല്ല, ഒരു വലിയ അതിജീവനുണ്ട് എന്നേ പറയാൻ കഴിയും. കാരണം നിങ്ങൾ ആ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അടുത്ത ക്ലാസ് കാണാനുള്ള ഒരു ത്വര നിങ്ങളുടെ മനസ്സിനകത്തുണ്ടാവും. അത്രയും വളരെ സൗമ്യമായി മലയാളത്തെ അവതരിപ്പിക്കുന്ന, മാർക്ക് ഓരോ ക്ലാസ് കാണുമ്പോഴും മാർക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു അധ്യാപകനാണ് ഇദ്ദേഹം, ഷിബു സാറ്. സാമ്പത്തിക നില ഭദ്രമാവണം. അതെ, സാമ്പത്തികം, എക്കണോമിക്സ് കൈകാര്യം ചെയ്യുന്ന ബിനോജ് സാറ്. സാറ് നമ്മുടെ ഈ ഒരു ആപ്പിൻ്റെ തുടക്കം മുതൽ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തൊരു സാറാണ്. സാറിൻ്റെയും ലൈവ് ക്ലാസ്സുകളും നമുക്ക് ഇനി വരാനിരിക്കുന്നു. LP UPയുടെയും LDC ബാച്ചിനും ഒക്കെ സാർ ക്ലാസ് എടുക്കും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഇവർക്ക് ക്ലാസ് എടുത്ത് തരാൻ കഴിയും 90%. അപ്പം നമ്മളൊരു ആപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എപ്പോഴും ഭയങ്കര മാർക്കറ്റിംഗ് ഉള്ള, നിങ്ങൾ ഫേസ്ബുക്ക് തുറക്കുമ്പോഴും ഇൻസ്റ്റ തുറക്കുമ്പോഴും ഗൂഗിളൊക്കെ തുറക്കുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ആപ്പുകളായിരിക്കും നിങ്ങൾ പെട്ടെന്ന് പർച്ചേസ് ചെയ്യാനുള്ള സാധ്യതയുള്ളത്. നമുക്ക് അങ്ങനത്തെ പരസ്യങ്ങളൊന്നുമില്ല. ഞാൻ എൻ്റെ ചാനലിലൂടെ ഈ നൽകുന്ന ഈ പരസ്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വിശ്വാസമാണെങ്കിൽ മാത്രമേ എൻ്റെ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാവൂ. സാറിൻ്റെ ക്ലാസ് ഭയങ്കരമാണ്. എക്കണോമിക്സ് എപ്പോഴും നമുക്ക് പരീക്ഷകളിൽ നമ്മുടെ ജോലിക്ക് നമ്മൾ കയറുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അതിനെ ഗംഭീരമായി കൈകാര്യം ചെയ്യുന്ന സാറാണ്. സാറ് ഈ ഒരു വിഷയത്തിൽ മിക്കവാറുമുള്ള ഒട്ടുമിക്ക PSC കോച്ചിങ് സെൻ്ററുകളിലും സാറിൻ്റെ സാന്നിധ്യമുണ്ട്. നമുക്ക് സാറ് ക്ലാസ് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇംഗ്ലീഷ്, അതുപോലെ തന്നെ മറ്റു വിഷയങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷൻ, അതേപോലെയുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പറയാനുണ്ട്. അത് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് പറയാം. ഞാനിപ്പോൾ ഞാനിവിടെ 4 അധ്യാപകരെയാണ് ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. ഞാനും ചേർത്ത് 5. എൻ്റെ പിക്ചർ ഇവിടെ കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഈ 4-ഉം ഞാൻ എടുക്കുന്ന 4 വിഷയങ്ങളും 8 വിഷയങ്ങളുടെ അധ്യാപകരെ നിങ്ങൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. നോട്ട്, മറ്റു കാര്യങ്ങളൊക്കെ നമുക്കിവിടെ തയ്യാറാക്കുന്ന ഒരു ടീമുണ്ട്. അതിനകത്തൊരു 5 പേരുണ്ട്. ആ 5 പേര് നിങ്ങൾക്ക് വേണ്ടിയുള്ള PDF നോട്ടുകളെല്ലാം തയ്യാറാക്കി തരും. അവർ നിങ്ങൾക്ക് വേണ്ടിയുള്ള എക്സാമെല്ലാം കണ്ടക്ട് ചെയ്യും. ഇതുവരെ നടന്ന മുഴുവൻ പരീക്ഷകളുടെയും ചോദ്യപേപ്പറുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കും. കറക്റ്റായിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ ഇപ്പോൾ നടക്കുന്നത് തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലാണ്. ഇപ്പോൾ നമ്മളൊരു ചാപ്റ്റർ എടുത്ത് തീരാറായിട്ടുണ്ട്. AP എന്ന് പറയുന്ന ചാപ്റ്ററാണ്. മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസ്യത ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുക. ഇപ്പോൾ ഇതിന് 50% ഫീസ് ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ചിന്തയുടെയും ആവശ്യമില്ല. ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാം നിങ്ങൾക്ക് എവിടെ ജോയിൻ ചെയ്യണമെന്ന്. ഇതിനകത്തൊരു പ്രത്യേകത ഞാൻ പറയുന്നത്, നിങ്ങൾ എപ്പോൾ വിളിച്ചാലും ഈ നമ്പറിൽ എന്നെ അവൈലബിൾ ആണ്. 9995027074. നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സപ്പ് ചെയ്ത് കാര്യങ്ങൾ ചോദിക്കാം. നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ചോദിക്കാം. ഈ കോഴ്സ് എടുത്ത് ഈ പരീക്ഷ തീരുന്നത് വരെയും നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം. ഈ സൗകര്യമുള്ള ഒരൊറ്റ ആപ്ലിക്കേഷൻ പോലും ഇല്ല. ഈ സൗകര്യം തരുന്ന ഈ ആപ്പ് തുടങ്ങിയത് മുതൽ ഞാൻ കൊടുക്കുന്ന വിശ്വാസ്യത അതാണ്. നിങ്ങൾ എന്ത് ബാഡ് കമൻറ്റ് വന്നാലും നിങ്ങൾക്ക് ഈ ഒരു സൗകര്യമുള്ള ഏതെങ്കിലും ഒരു ആപ്പോ ഏതെങ്കിലും ഒരു ഓഫ്ലൈൻ കോച്ചിങ് സെൻ്ററോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങളെ വിളിച്ചാൽ ഫോൺ എടുത്ത് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട് അത് മനസ്സിലാക്കി എന്ത് ചെയ്യുക, നിങ്ങൾക്കൊരു വഴി പറഞ്ഞു തരുന്ന ഒരു വളരെ ചെറിയ ഫീസേ ഉള്ളൂ. നിങ്ങൾ എന്തായാലും ഒരു PSC കോച്ചിങ് സെൻറ്ററിൽ ഓഫ്ലൈനായി പഠിക്കാൻ കൊടുക്കുന്ന ഫീസിൻ്റെ 1/6 കൊടുത്ത് നമുക്ക് ഈ കോഴ്സ് ജോയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ബാക്കിയുള്ള വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ വിളിക്കുക. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.